മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആർ ബിന്ദുവിന്റെ നിർദ്ദേശം. വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി. എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഭിന്നശേഷിത്വത്തോടുള്ള അജ്ഞതയാണോ സംഭവത്തിലേക്ക് വഴി തെളിയിച്ചതെന്നത് സംഭവത്തിന്റെ ഗൗരവം ഒട്ടും കുറയ്ക്കുന്നില്ലെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിഷയത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറിന് മന്ത്രി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ചയുടൻ മറ്റു നടപടികൾ കൈക്കൊള്ളുന്നത് ആലോചിക്കും. ജിതിനും കുടുംബത്തിനും നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജിതിൻ എന്ന ചെറുപ്പക്കാരനോട് പെരുമാറിയിട്ടുള്ള വ്യക്തികൾ ആരായാലും തന്നെ അവർ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പ് കരുതുന്നത്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വർത്തമാനങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ തന്നെ ആ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട്. എടക്കര സ്വദേശി ജിതിനാണ് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന് ക്രൂരമായി മർദ്ദനമേറ്റത്. ജിതിൻ ലഹരി ഉപയോഗിച്ച് വന്നയാളാണെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജിതിന്റെ പിതാവ് അലവിക്കുട്ടിയുടെ ആരോപണം. മർദ്ദനത്തിൽ ശരീരത്തിന് പല ഭാഗങ്ങളിലായി പരിക്കേറ്റ ജിതിൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.